അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. നമ്മളിതാ കൊലായ്മയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളോട് കുറേ ആയില്ലേ എൻ്റെ മുത്തുമണികളായിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട്. ഒരു പെരുന്നാളൊന്നും ഒരു ഉഷാറില്ലായിരുന്നിട്ടാ. ഭയങ്കര സങ്കടമായിരുന്നു ഇക്കുറിയിലത്തെ പെരുന്നാളെന്ന് പറഞ്ഞാൽ. നമ്മളെ വാവാച്ചിക്കുട്ടി ഇല്ലേ, എൻ്റെ പേരക്കുട്ടി, ചെറിയ പൊടിമോളല്ലേ എന്നറിയാം. 10 മാസമല്ലേ ആയിട്ടുള്ളൂ. മോൾക്ക് തീരെ സുഖമില്ലാണ്ടായി എന്നറിയാം. അവൾക്ക് പെരുന്നാൾ 2 ദിവസം മുന്നുണ്ട് ചെറുതായിട്ടൊരു പനി. അങ്ങനെ കാണിച്ച് പിന്നെ 1-ാം പെരുന്നാൾക്ക് നല്ല പനി. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ച് ചോദിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും കുട്ടികളെ ഡോക്ടർമാരൊന്നുമില്ല, ഡ്യൂട്ടി ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 ഹോസ്പിറ്റലിൽ നമ്മൾ വിളിച്ച് ചോദിച്ച് പിന്നെ നമുക്ക് പേടി. പിന്നെ തിരൂർ മിഷലിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ട് 4 മണിക്കെന്ന് പറഞ്ഞു. വേഗം വണ്ടി വിളിച്ച് കുട്ടീനായിട്ട് പോയി. അപ്പോൾ കുട്ടിക്ക് വായ നിറച്ച് വായ്പുണ്ണുണ്ട്, തീരെ വെയ്യായിരുന്നിട്ടാ. പിന്നെ എപ്പോഴാണ് ഞങ്ങൾ പെരുന്നാച്ചോറൊക്കെ വെച്ചിരിക്കണത്, എല്ലാവരും കൂടി ഇരുന്നിട്ട് വെയ്ക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ തളർന്ന് കിടക്കണ കണ്ടപ്പോൾ പിന്നെ ആർക്കും ഒറ്റപ്പെട്ട് ഓരോരുത്തരൊക്കെ കുറേശ്ശെ വെച്ചത്. ഞാൻ ഭയങ്കര സങ്കടമായി എന്നറിയാം. അങ്ങനെ 2-ാം പെരുന്നാൾക്ക് പിന്നെ എൻ്റെ മോൻ്റെ കുട്ടിയല്ല, അപ്പം മരുവൾ അവളെ വീട്ടിലേക്ക് പോയി. കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ പകലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരവിടെ പരപ്പനങ്ങാടിയാണ് അവർ വീട്. അപ്പോൾ അവർ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്. ഒരു കുട്ടിക്ക് പനിക്കൊന്നും ആക്കില്ല, കുട്ടി ഒരു ഭക്ഷണവും കഴിക്കണില്ല. പിന്നെ 3-ാം പെരുന്നാൾക്ക് ഞങ്ങളോട് താളിയും കൂട്ടിയിട്ട് പോയി. പരപ്പനങ്ങാടിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ കുട്ടി തളർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കാണിച്ച് കൊടുന്നിട്ടുള്ളീന്ന് പറഞ്ഞവർ. അപ്പോൾ നമുക്ക് ഇതിനെ മോളെ കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. മോനാണെങ്കിൽ ഇവിടെ ഇല്ലാത്തല്ലോ, അവൻ ചെന്നൈയിലല്ലോ, അവൻ പെരുന്നാൾക്കും വന്നിട്ടില്ല. ഭയങ്കര സങ്കടം മോളെ കണ്ടപ്പോൾ. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ പിറ്റേന്ന് ഇതേമാതിരി രാവിലെ വിളിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, നഹാസിലേക്ക്. അവിടെ കുട്ടികളെ നല്ലൊരു ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ഞങ്ങളവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് പിന്നെ രാവിലെ അവിടെ പോയി നോക്കുമ്പോൾ കുട്ടികളുടെ പനിച്ച് തളർന്ന് നിൽക്കണിട്ടാ. അപ്പോൾ ഡോക്ടറോട് നമ്മളങ്ങോട്ട് ചോദിച്ച് ഡോക്ടർ എടുത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുന്നോടി, വീട്ടിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി നമ്മളെ പെരയിൽ ഒരു 5:30 മണിയൊക്കെ കഴിക്കണം നമ്മളെ വീട്ടിലേക്ക് കൊണ്ട് പരക്കാണ്ടിന്ന് ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ കുട്ടി ഛർദ്ദിച്ചിട്ട് ഉമ്മാക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കേട്ടപ്പോൾ അതിനേക്കാളും ബേജാറ്. ഒരു സമാധാനം നമുക്കില്ല. എന്താണ് കുട്ടീനെ കാണുമ്പോൾ കുട്ടി അങ്ങനെ അധികം തടിയില്ല, മറ്റേ അവൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ട് അവൾക്കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. 1-2 വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഇട്ടിക്കണം. ഇത് സങ്കടം കൊണ്ട് വയ്ക്കാതിരിക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖം വന്നാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഇല്ല. നമ്മളെ മക്കളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ മോനക്ക് വിളിച്ചിട്ട് മോനെ ഇങ്ങോട്ട് കയറിക്കുകയാണ്, ഇങ്ങോട്ട് വന്നാണ്, കുട്ടിക്ക് തീരെ സുഖമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയുകയാണ്. അവൻ്റെ മോൻ പറഞ്ഞു ഉമ്മ എനിക്കും പനിയാണ് ഉമ്മ, ഇവിടെ അവന് ചെന്നൈയിലാണ് ഉമ്മ, എനിക്ക് എന്തൊരു പനിയാണ് ഉമ്മ, ഞാൻ അങ്ങോട്ട് വന്നാലും ഇപ്പോൾ കുട്ടിക്കും ആ പനി കൂടൂല, നിങ്ങൾ ബേജാറാവണ്ട, അവൾക്ക് മാറിക്കോ, നിങ്ങൾ ബേജാറാവണ്ടെന്ന് പറഞ്ഞു. ഇത് കരച്ചിൽ തന്നെ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിലേക്ക് എത്തി. രാത്രി ആണ് കുട്ടീനെ കൊണ്ടുപോയത്. അപ്പോൾ ഒരു 7-8 മണിക്ക് ഞങ്ങളും അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ കുട്ടീനെ അഡ്മിറ്റ് ആക്കാൻ ഒരു ഇതിലേക്ക് ഒരു ഗുളിക എന്താ വെച്ച് പിന്നെ അപ്പം തന്നെ തുടങ്ങി 10 ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യൽ. ഇഞ്ചക്ഷൻ അങ്ങ് നരമ്പൊന്നും കിട്ടാഞ്ഞിട്ട് പാവം നമ്മളെ വാവാച്ചിക്കുട്ടി അല്ലേ എന്നറിയാം. പാവം എനിക്ക് ഭയങ്കര സങ്കടമായി എന്നറിയാം. നമുക്കും ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല കുട്ടീനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ അവിടെ നിന്ന് 5 ദിവസം. വെള്ളിയാഴ്ച രാത്രി പോയി, ശനി ഞായർ തിങ്കൾ ചൊവ്വ, ബുധനാഴ്ച രാവിലെ ഒരു 11 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് 10 ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ അവർ പരപ്പനങ്ങാടിക്ക് കൊണ്ടാക്കി കൊടുത്ത് ആക്കി അവരവിടെ പോയി. ഞാനിങ്ങോട്ട് വീട്ടിലേക്കും വന്നു. അതായിരുന്നു നമ്മളെ കുറിയത്തെ പെരുന്നാളെന്ന് പറഞ്ഞത്. ഭയങ്കര സങ്കടമായിട്ടാണ് കുട്ടിക്ക് വയ്യാതായ കാരണം. നമ്മൾ ചെറിയ മക്കൾക്ക് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ തന്നെ നിരത്തി കുട്ടികളെ ഇങ്ങനെ കൊടുന്നിക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ പിന്നെ കിഡ്നിക്കൊക്കെ ബാധിച്ചിരിക്കുന്നുണ്ട്, വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുകൊണ്ട് പനിയൊക്കെ കൂടിയിട്ട്. റബ്ബ് പടച്ചവൻ കേച്ചിലാക്കി തന്നെന്ന് പറയാം. അത്ര കരഞ്ഞ് പടച്ചവനോട് പറഞ്ഞിരിക്കണമെന്ന് അറിയാം. നമ്മളെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മോൾക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്, കൂടുതലാണെന്നല്ല മോൾക്ക് പനി കൂടുതലാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തൊരു അയൽവാസി ഉണ്ടിട്ട് പാവാണ്, ചക്കൊക്കെ ചുളപ്പറിച്ചിട്ട് പിന്നെ
ഒരാങ്ങളക്കുട്ടിയാണ്. അവന് പാവം കൊടുന്നന്ന് താത്ത ഇത് ഫ്രിഡ്ജിലിരുന്നാൽ വെച്ചോളൂ. അപ്പം ഞാൻ കരഞ്ഞങ്ങാട് പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, എനിക്ക് ചക്ക ഒന്നും വേണ്ടടാ ഇത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ്. നല്ല തതങ്ങൾ വന്നിട്ട് കഴിക്കുക, ഫ്രിഡ്ജിക്ക് വെച്ചോളൂ, നല്ല മധുരമുള്ള ചക്കയാണ്. ഞാൻ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോട്, എനിക്ക് ചക്ക ഒന്നും തിന്നാൻ ഇറങ്ങൂല, എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, എൻ്റെ കുട്ടിക്ക് എന്ത് പനിയാണ്, 2 ദിവസമായി കൊണ്ടുപോയി കൊണ്ടുവരുന്ന ഒരാൾക്കോ ഇല്ലയെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ചക്ക മടക്കി ഞാൻ കൊണ്ടേക്ക് വേണ്ടാഞ്ഞിട്ടാണ്, നിങ്ങൾ എൻ്റെ കുട്ടിക്കൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. എൻ്റെ പൈതരുത് വലിയൊരു അഡ്മിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ പേടിപ്പിച്ചിട്ടാ നമ്മളെ ബാവാജിക്കുട്ടി. നിങ്ങൾ സുഖമാകട്ടെ അവൾക്കെന്ന് പറഞ്ഞ പഠിച്ചവന് സുഖമാക്കി തരട്ടെ എന്ന് ഞാൻ വിളിച്ചിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. ഇതൊക്കെയായിരുന്നു കുറിയിലത്തെ പെരുന്നാൾ വിശേഷം. അസ്സലാമു അലൈക്കും.